ഇവർ ഓരോരോ സമയത്തും ഈ നോട്ട് ബൈ മെറിറ്റ് പ്രഖ്യാപിക്കണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സാഹചര്യം മെറിറ്റ് ലൂസ് ചെയ്തത് പ്രഖ്യാപിക്കാനുള്ളതാണ്. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയെ ബാങ്ക് മാനേജർ ലോൺ തരാമെന്ന് പറഞ്ഞ ആൾ പറയും, അയ്യോ പിറ്റേ ദിവസം ചിലപ്പോൾ പറയും, സാറേ ബാങ്ക് ലോൺ അനുവദിച്ച് സാറ് തരാമെന്ന് പറഞ്ഞായിരുന്നു. ഏത് സാറ്? ഇന്ന സാറ്. അശോകനാ. അശോകൻ സ്ഥലം മാറിപ്പോയി എന്ന് പറയും. അയ്യോ എന്ന് പറയും. അതെന്താണ്? മെറിറ്റ് പോലാണ് സംഭവം. നോട്ട് ബൈ മെറിറ്റിലാണ് ഇത് വർക്ക് ചെയ്യാൻ പോണെന്നാണ്. നീ അശോകനും തമ്മിലുള്ള ധാരണപ്പുറത്തല്ല നടക്കാൻ പോണത്, എൻ്റെ നേരിട്ടുള്ള ഇടപെടലാണ് ഇത് നടക്കാൻ പോണെന്നതിൻ്റെ അർത്ഥം. അതാണ് എൻ്റെ അത് വരുന്ന വിഷയം. എന്ന് വെച്ചാൽ ഇങ്ങനെ ഉടമ്പടി കാലത്ത് അടിക്കടി ചില സമയത്ത് ചില ട്രബിൾ സംഭവിക്കും. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിൻ്റെ മെറിറ്റ് ഡാമേജ് ആക്കി കളയുകയാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റിൽ അത് വർക്ക് ചെയ്യാൻ പോണത് നിൻ്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ഇനി സത്യസന്ധമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട്ലി ആയിക്കഴിഞ്ഞാൽ, ഉടമ്പടിയിലൊരു കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞൊരു ലെവലുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ സത്യസന്ധരാണ്, വിശ്വസ്തരാണെന്ന് ദൈവത്തിന് മനസ്സിലാകുന്നിടത്ത് വെച്ച് ഉടമ്പടി കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട്ലി ആവും. നമുക്ക് ദൈവത്തോട് നേരിട്ട് സംസാരിക്കാം നമുക്ക്. അതായത് പക്ഷേ നമ്മൾ സത്യസന്ധരായിരിക്കണം, ഉടായ്പ കാണിക്കരുത്. ആ ഉടമ്പടിയുടെ 90 ദിവസം വരെ കാര്യം കാണാൻ വേണ്ടി കഴുതക്കാലം പിടിക്കണ പോലെ കഴുതക്ക് പോലെ അമ്മയുടെ കരക്കരി പിടിച്ചുകൊണ്ട് നടക്കുന്ന പാർട്ടിയാണ് പകുതി മുക്കാലും ഉള്ളത്. അതുകൊണ്ടാണ് ഈ പണി കിട്ടുന്നത്. അങ്ങനെയല്ല, നിങ്ങൾ സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജീവിതം സെറ്റ് കവനൻറ്റ്, ലൈഫ് സെറ്റ് ദി കവനൻറ്റ്. ഇത് ഞാൻ കവനൻ്റൽ ലൈഫാണ് ഫോളോ ചെയ്യണത്. ആ ദൈവത്തിൻ്റെ ആനുകൂല്യം എന്ന് പറഞ്ഞതിനേക്കാളുപരി ദൈവം തന്നെയാണ് ഇതിൻ്റെ ആനുകൂല്യമെന്ന് ഞാൻ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തോറ്റാലും ജയിച്ചാലും ഒരേ നിലവാരത്ത് ദൈവത്തിൻ്റെ കൂടെ വിശ്വസ്തയോടെ മുന്നേറും. ഈ മുന്നേറ്റം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ദൈവത്തിന് നമ്മളെ വിശ്വാസമാകും. അപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട്ലി ആകണത്. കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയണതെല്ലാം ദൈവം കേൾക്കും, ദൈവം പറയണത് നമ്മൾ കേൾക്കും. ഇങ്ങനെ അങ്ങ് പോകുന്ന ലൈഫുണ്ട്. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വേറൊരു സാക്ഷ്യം ഉണ്ടായി. പുണ്യ എന്നും പറഞ്ഞ കുഞ്ഞ്, നിങ്ങൾ സാക്ഷ്യം കേട്ട് കാണാം, ഇട്ടിട്ടുണ്ട്, അപ്പിയരുണ്ട്. അതായത് ഇവർ IAM മെറിറ്റിൽ കയറിയ ആളാണ്. നിങ്ങൾക്കറിയാലോ IAM എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, ഭയങ്കര IAS പോലെ റാങ്കിലുള്ളതാണ്. കുറേ അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ട്. ഇതുപോലെ ഈ ഫോറസ്റ്റിന് IFSR എന്നൊക്കെ പറയത്തല്ലേ, അപ്പം അതുപോലെ തന്നെയുള്ള സർവീസാണ് IAM. ഈ മാനേജ് ഇക്കണോമിക്, ഫൈനാൻസ്, ടാക്സേഷൻ ഇങ്ങനെയുള്ള മേഖലയിലാണ് ഇത്. മാനേജ്മെൻറ്റ് കോഴ്സാണിത്. ഇതിന് നമുക്ക് അഡ്മിഷൻ കിട്ടിയാൽ തന്നെ അപ്പം തന്നെ ജോലി ഉറപ്പാകും. ഇപ്പം IAM കയറി പറയുന്നത് ഭയങ്കര പാടാണ്. കാര്യം MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് റാങ്കാണ്. ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ കൊമേഴ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ സ്റ്റുഡൻ്റാണ് പുണ്യ. പക്ഷേ പുണ്യ ഫസ്റ്റ് റാങ്ക് കിട്ടിയെങ്കിലും പുണ്യയെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ IAM പോകാനുള്ള കൊതിയുണ്ട്. പക്ഷേ അവിടെ നിന്ന് വെച്ചാൽ കോമ്പറ്റീഷനാണ്. കാര്യം ഈ ഓൾ ഇന്ത്യ എക്സാമാണത്. ചിലപ്പോൾ 8 ലക്ഷം പേര് എഴുതും, ചിലപ്പോൾ 5 ലക്ഷം പേര് എഴുതും. മെറിറ്റ് സീറ്റ് പോലും 2500 ഉള്ളൂ. ഈ 3 ലക്ഷം പേര് എഴുതിയാലും 8 ലക്ഷം പേര് എഴുതിയാലും മെറിറ്റ് സീറ്റ് എന്ന് പറയണത്, യോഗ്യതയിൽ കയറണത് സീറ്റ് 2500 ഉള്ളൂ. അപ്പോൾ ഇന്ത്യ മുഴുവനുമുള്ള ആൾക്കാർ 8 ലക്ഷം ആൾക്കാർ 5 ലക്ഷം ആൾക്കാരായിട്ട് കോമ്പറ്റ് ചെയ്യാനാണ്. അതിൽ 2500 കയറി വരണം, പാടാണ്. അത്തരം ഇടിപെട്ട ടെസ്റ്റുകളാണ് ഉള്ളത്. പക്ഷേ ഇവളതുകൊണ്ട് പുണ്യ പറയും, ഉടമ്പടി എടുത്തിട്ട് പറയാം, അമ്മ ഞാൻ അടുത്ത കൊല്ലം എഴുതാം, എനിക്കിപ്പോൾ തന്നെ ആംബിയർ ഇല്ലെന്ന് പറയും. അതാണ് ഫസ്റ്റ് പോയിൻ്റ്. എന്താണ്? അടുത്ത കൊല്ലം കാറ്റ് എക്സാമിനാണ് പോകേണ്ടത്. അതായത് അത് അടുത്ത കൊല്ലം എഴുതാം, എനിക്ക് ഒരു കൊല്ലം ഞാൻ പഠിച്ചിട്ട് അടുത്ത കൊല്ലം എഴുതാം. ഇപ്പോഴത്തെ അടുത്ത കൊല്ലം തന്നെ ഒക്കുമെന്ന് അറിയത്തില്ല, കാര്യം ഹൈ കോമ്പറ്റീഷൻ അല്ലേ ഈ സംഭവം. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി, ഈ ഒരു കൊല്ലം വെറുതെ കളയണ എന്താ, എഴുതി നോക്കാമെന്ന് പറയും. ഒരു കൊല്ലം വെറുതെ കളയണ എന്താ, എഴുതി നോക്കാമെന്ന് പറയും. അങ്ങനെ IAM പരീക്ഷയ്ക്ക് പോകും. IAM പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞിട്ട് അപ്പോൾ 2 ആഴ്ച സംബന്ധിച്ചിടത്തോളം
2 ആഴ്ച ഈ ഇംഗ്ലീഷ് ഇവർക്ക് ഭയങ്കര ഫ്ലുവൻ്റാണ്. പക്ഷെ മാത്സിൻ്റെ അകത്ത് വരുമ്പോൾ വെള്ളം കുടിക്കും. അപ്പം അതുകൊണ്ട് മാത്സ് എന്തുമാത്രം അവസാനം അത് തലക്കയറാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഇവൾ അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അമ്മയോട് പറയും, അമ്മേ എൻ്റെ IAM ഓണർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. അതാണ് കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ടിൽ എന്ന് പറയണത്. അമ്മ IAM ഓണർ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കതിന് എന്നെ ബോധ്യപ്പെടുത്തുമെന്ന് പറയും. അമ്മ അവിടെ ഉണ്ടെന്നുള്ളതിനെ എന്നെ ബോധ്യപ്പെടുത്തുന്നത് പറയും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പോകണം. അമ്മ അവിടെ ഉണ്ട്, പരീക്ഷാ ഹാളിൽ ഉണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തണമെന്ന് പറയും. അതിന് ഇവൾ 3 കണ്ടീഷൻസ് അമ്മയോട് വെക്കും. എന്താ വെക്കണം? ഒന്നാമത്തെ കണ്ടീഷൻസ്, എൻ്റെ ഇൻവിജിലേറ്റർ അമ്മയുടെ കളറിൽ ബ്ലൂവിൽ വരണം. പിന്നെ എൻ്റെ ബയോമെട്രിക്സിൽ എൻ്റെ ഇൻവിജിലേറ്റർ അയാൾ ഗ്രീനിൽ വരണം. എനിക്ക് അവിടെ തന്നെ കമ്പ്യൂട്ടറിൽ 7 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടാകണം. എങ്കിൽ ഈ പരീക്ഷ അമ്മ എഴുതുമെന്ന് ഞാൻ മനസ്സിലാക്കുമെന്ന് പറയും. ഇതാണ് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഇതാണ്. നിങ്ങൾ നോക്കിയാൽ ഉടമ്പടി എന്ത് റേഞ്ചാണെന്ന് നോക്കിയേ. ഇങ്ങനെ വളരുകയാണ് മനുഷ്യരെ. ഉടമ്പടി ഒപ്പം ദൈവമായിട്ട് വിളിപ്പുറത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫിക്സ് ചെയ്തിട്ട് ഇവരുടെ ടേംസിലേക്ക് അമ്മ വരണ ഭയങ്കര രസമാണ്. ഇവർ ചെല്ലുമ്പോൾ എക്സാം ഹോളിലോട്ട് ചിലപ്പോൾ തന്നെ ഇൻവിജിലേറ്റർ ഈ പറഞ്ഞിരിക്കുന്ന ബ്ലൂ കളറിലേക്ക് വരും. അതിൻ്റെ ആ എക്സാം കഴിഞ്ഞതിന് ശേഷം ബയോമെട്രിക്സ് ചെല്ലുമ്പോൾ അയാൾ ഗ്രീനിൽ ഇങ്ങോട്ട് വരും, ഗ്രീൻ ഷർട്ടൊക്കെ ഇട്ട് വരും. ഇനി കമ്പ്യൂട്ടർ ചെല്ലുമ്പോൾ കമ്പ്യൂട്ടർ എന്താ അവൾ 7 എന്നാ പറയണത്. 7 എന്ന് അവൾ പറഞ്ഞത് ഞാൻ 7 എന്ന് അമ്മയോട് പറയാൻ കാര്യം 7 അല്ലേ അമ്മയുടെ ഡേറ്റ്. അമ്മ പ്രത്യക്ഷപ്പെട്ടത് 7 അല്ലേ, അതാണ് വിഷയം. അതുകൊണ്ടാണ് എൻ്റെ കമ്പ്യൂട്ടറിൽ 7 നമ്പർ ഉണ്ടാവണം. അപ്പോൾ നോക്കി കമ്പ്യൂട്ടർ കൊടുത്തപ്പോൾ 1771 ഇത്രയും ക്ലിയറാണ്. പിന്നെ ഇവൾ പെട്ടെന്ന് എഴുതി. ആ എല്ലാ കാര്യം പ്രോസസ്സെല്ലാം കഴിഞ്ഞ് അതായത് ഈ യോഹന്നാൻ 16:14 എടുത്തേ. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. ഒന്ന് പറഞ്ഞേ 16:14. ഒന്ന് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അപ്പൊ ഇത് ഈ പ്രൊവിഷൻ കിടക്കണതാണിത്. ഇതിന് സാധ്യതയുണ്ട്. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ നേരത്തെ ദൈവം അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. അതനുസരിച്ചുകൊണ്ടാണ് ഇവർ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഉടമ്പടിയിൽ കമ്മ്യൂണിക്കേഷൻ സാധിക്കുന്നത് വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ, പ്രേക്ഷിതരായി ജീവിക്കുമ്പോൾ, സുവിശേഷം കൈമാറാൻ വേണ്ടി ജീവിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം പാലിക്കാൻ വേണ്ടി ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് ആ ലെവലിൽ നമ്മളെ സഹായിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവാണ് വരാൻ പോകുന്ന കാര്യങ്ങൾ പറയണത്. എന്താണ്? നീ ഇങ്ങനെ ചോദിക്കണം അമ്മയോട്. എങ്ങനെ ചോദിക്കണം? ഇൻവിജിലേറ്റർ ബ്ലൂവിൽ വരണം. നീ ഇങ്ങനെ ചോദിക്കണം അമ്മയോട്. എന്താണ്? നിൻ്റെ ബയോമെട്രിക്സ് ഗ്രീനിൽ വരണം. നീ ഇങ്ങനെ ചോദിക്കണം അമ്മയോട്. 7 ചേർത്ത കമ്പ്യൂട്ടർ തരണം. പരിശുദ്ധാത്മാവാണ് ഇവിടെ ഉള്ളിൽ തോന്നിക്കണത്. അത് തന്നെ മറ്റേ കുഞ്ഞുങ്ങൾ തോന്നുന്നത്. വരാൻ പോകുന്ന പരീക്ഷകളെ ഞങ്ങൾ ഇത്ര ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ആ ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുക്കുന്ന പരിശുദ്ധാത്മാവായിരിക്കും. എന്താ കാര്യം? അതിനുള്ള പ്രൊവിഷനുണ്ട്. ഇതൊരു വാഗ്ദാനമാണ് അല്ലേ? വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയാനുള്ള വാഗ്ദാനമാണ്. ഇതെന്താണ്? ഇത് 2 കൊറിന്തോസ് 1:20 എന്താണ്? സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ട് കഴിയുമ്പോൾ, മാതാവിൻ്റെ മധ്യസ്ഥ ക്രിസ്തുവോട് ഐക്യപ്പെട്ട് കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഐഡിയ തരും. അമ്മ കമ്പ്യൂട്ടറിന് നമ്പർ വരെ കൊടുത്തിരിക്കേണ്ടത്. ഇതെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട്ലി ആയിട്ട് വരണതാണ്. ഇത് ഉടമ്പടിയുടെ റേഞ്ചാണ്. ശരിക്കും ഒരു പുതിയ മാനങ്ങളിലേക്കും ദൈവത്തിനെക്കുറിച്ചുള്ള ആ ഒരു ജ്ഞാനവരങ്ങളിലേക്കും അനുഭവജ്ഞാനത്തിലേക്കും പുതിയ ആത്മീയ അനുഭവത്തിൻ്റെ പുതിയ തലമുറകളിലേക്ക്
ഉടമ്പടി തലമുറ പ്രവേശിക്കുകയാണ്. കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് റിൻസി മാത്യു. ഞങ്ങൾ വരുന്നത് തിരുവല്ലയിൽ നിന്നാണ്. ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഷാർജയിലാണ്. അപ്പം ഞാൻ ഉടമ്പടി എടുത്ത ഡേറ്റ് 2024 ഏപ്രിലാണ്. പക്ഷെ 2022 ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച് ഈ സംഭവം ഉണ്ടാകുന്നത്. ഞങ്ങൾ ഷാർജയിൽ നിന്ന് 2022 ഓഗസ്റ്റിൽ വെക്കേഷന് വന്ന സമയത്ത് ഞങ്ങൾ 3 പേരും കാറിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് അൺകോൺഷ്യസ് ആകുകയും സ്റ്റിയറിങ്ങിലോട്ട് പുള്ളി പെട്ടെന്ന് അങ്ങ് വീടുകയായിരുന്നു. അപ്പം പെട്ടെന്ന് കാറ് പുള്ളി സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അപകടം സംഭവിച്ചില്ല. അപ്പം രാത്രി ഏകദേശം 8:30 ഒരു ചെറിയ ടൗൺ ആയിരുന്നു. ഞാൻ അവിടെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു. അവരെല്ലാം ഓടി വന്ന് എല്ലാവരും കൂടി. എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അതുവഴി ഒരു നേഴ്സ് കാറിൽ പാസ് ചെയ്യുകയും ഇത് കണ്ടോണ്ട് സിസ്റ്റർ അവിടെ നിർത്തിയിട്ട് CPR കൊടുത്തു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് കോൺഷ്യസ് ആയി. അങ്ങനെ എന്നാലും പുള്ളിക്ക് ഒട്ടും വയ്യ. അപ്പം ഞങ്ങൾ നേരെ ആ ജംഗ്ഷനിലുള്ള ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ഞങ്ങളുടെ കാർ എടുത്തുകൊണ്ട് നേരെ പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തേക്ക് ഞങ്ങളും കൂടെ പോവുകയാണ്. അവിടെ ചെന്ന് ഞങ്ങൾ എമർജൻസി ചെന്നു. അങ്ങനെ ടെസ്റ്റുകളൊക്കെ ഡോക്ടർക്ക് ഒരു ഡൗട്ട് തോന്നി. ഡോക്ടർ പറഞ്ഞു നമുക്കൊരു CT എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വേദന എടുത്തിട്ട് പൊളയുക. അങ്ങനെ CT എടുത്തപ്പോഴാണ് അവർ വളരെ വിഷമിച്ചു പോയി. കാരണം അയോട്ടിക് അനൂറിസം റപ്ചർ ആകുകയാണ്. അതെന്ന് വെച്ചാൽ അത് വെരി സീരിയസ് കണ്ടീഷനാണ്. കാരണം രക്ഷപ്പെട്ടവർ വളരെ ചുരുക്കമാണ്. അപ്പം അങ്ങനെ അയോട്ട എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് പോകുന്ന മെയിനായിട്ടുള്ള ആ വെസലാണ്. അവിടാണ് ഇവിടെ അനൂറിസം വന്നിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്കിത് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. ആക്ച്വലി എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാനും ഇങ്ങനൊരു സംഭവം കേട്ടിട്ടില്ല, ഇങ്ങനൊരു അസുഖത്തെ പറ്റി. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ ഞങ്ങൾക്കിവിടെ പറ്റത്തില്ല. കാരണം ഇതിൽ 99% പേഷ്യൻറ്റും രക്ഷപ്പെടാറില്ല. അങ്ങനെ ഞങ്ങളപ്പം ശരിക്കും ഞങ്ങളങ്ങ് എന്താ ചെയ്യേണ്ടത്? കാരണം വളരെ സന്തോഷത്തോടെ ഒരു വെക്കേഷൻ ആഘോഷിക്കാൻ വന്ന ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോകും. ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ അതിനു മുമ്പ് ഒന്ന് അഡ്മിറ്റ് ആവുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണ്. അങ്ങനെ ഞങ്ങൾ അപ്പം പറഞ്ഞ് നമുക്ക് മറ്റു ഹോസ്പിറ്റൽ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പോൾ ഏകദേശം രാത്രി 10 മണിയായി. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും അവരും ഞങ്ങളും കൂടെ ചേർന്ന് വിളിച്ചിട്ടും ഓരോ ഹോസ്പിറ്റലുകാരും ഞങ്ങളെ എടുക്കത്തില്ല. കാരണം അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ എടുത്തിട്ട് അവർക്ക് യാതൊരു പ്രയോജനവും ഇല്ല. അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോവുക. കാരണം അവിടെ ആരെയും നിരസ്കരിക്കത്തില്ലല്ലോ. അങ്ങനെ അപ്പം ഞങ്ങൾക്ക് അറിയത്തില്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ അവരെന്ത് ഞങ്ങളെ ചെയ്യും ഈ രാത്രിയിൽ. പ്രതീക്ഷകളൊന്നുമില്ലാതെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ഫാമിലിയാണ്. എപ്പോഴും ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു, എമർജൻസി ചെന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി അവർ തിയേറ്റർ അപ്പം തന്നെ റെഡിയാക്കി. അപ്പം ഞാൻ കേൾക്കുന്നുണ്ട് ആ എമർജൻസിയിലെ തിയേറ്ററിലെ ഡോക്ടറോട് പറയുന്നു ഒരു ചാൻസും ഇല്ല രക്ഷപ്പെടാൻ, റപ്ചറായി. അവർ റപ്ചറായി കഴിഞ്ഞാൽ വയറ്റ് മുഴുവൻ ബ്ലഡ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു രക്ഷയില്ല എന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് അവർ വളരെ പെട്ടെന്ന് തന്നെ അവർ തിയേറ്ററിൽ കയറ്റി. അറൗണ്ട് 12 മണിക്കൂർ സർജറി അവർ ചെയ്തു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു 48 hours ഒന്നും ഒരു ചാൻസ് നമുക്ക് പറയാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറ് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ മുഴുവൻ നീരായി. അങ്ങനെ വെൻറ്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിച്ചു. ഫുൾ വെൻറ്റിലേറ്റർ സപ്പോർട്ടിൽ 1 വീക്ക് അവിടെ കിടത്തി. അപ്പോഴും വയറ് തുറന്നിട്ടേക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് അതിൽ കൂടുതൽ ഒന്നും വയറ് തുറന്നിടാൻ പറ്റത്തുമില്ല. അങ്ങനെ മെഡിക്കൽ കോളേജുകാർ സർജറി ചെയ്യാൻ തീരുമാനിച്ചിട്ട് ട്രക്കിയോസ്റ്റമി എന്ന് വെച്ചാൽ വെൻറ്റിലേറ്റർ സപ്പോർട്ടിൽ ശ്വാസം എടുക്കുക. ട്രക്കിയോസ്റ്റമി ഇട്ടു. കൊളസ്റ്റമി ബാഗ്, കാരണം അവിടെ എല്ലാം നീരായി. കാരണം ബ്ലഡ് വന്ന് നിറഞ്ഞിട്ട് ഫുൾ ബ്ലഡാണ് വയറ്റിൽ. അപ്പോൾ അത് മുഴുവൻ ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇൻറ്റസ്റ്റൈനൊക്കെ ഇൻഫെക്ഷനായി. അങ്ങനെ കൊളസ്റ്റമി ബാഗ് ഇട്ടു. അങ്ങനെ അവർ അടുത്ത 48 hours പറഞ്ഞു. കാരണം ഇൻഫെക്ഷനായി, അതോടുകൂടി ന്യൂമോണിയയുമായി. ഇനിയും രക്ഷപ്പെടാൻ യാതൊരു ചാൻസും ഞങ്ങളുടെ മുന്നിലില്ല. അപ്പം ഞങ്ങൾക്ക് വേണ്ടി അനേകം പേർ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് എറണാകുളത്തുണ്ട്, അവളോട് ഒരു ആൻറ്റിബയോട്ടിക് ചോദിക്കാൻ വേണ്ടി വിളിച്ചിങ്ങനെ
ഒരു കാര്യം. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞോട്ട് ഇങ്ങനെ കൃപാസനം എന്ന് വന്നൊരു സ്ഥലമുണ്ട്. ഞാനൊരു കാത്തലിക് വിശ്വാസിയല്ല, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിലില്ല. അന്നാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായി മാതാവിൻ്റെ ഒരു ഇത് കേൾക്കുന്നത്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞൊരു ചർച്ചുണ്ട്, ഞാൻ അവിടെ ഉടമ്പടി എടുത്തൊരു വ്യക്തിയാണ്, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇപ്പോൾ തന്നെ എറണാകുളത്തുനിന്ന് കോട്ടയത്ത് വരാൻ, നിനക്ക് തന്നെ ഒരു ഓയിലുണ്ട്, അത് നീ എങ്ങനെയെങ്കിലും ICUവിൽ പോയി പുരട്ടാൻ പറ്റുന്നു. അങ്ങനെ അവൾ വൈകിട്ടായപ്പോൾ അവിടെ എത്തി എനിക്ക് ഈ ഓയിൽ തന്നിട്ട് പറഞ്ഞു നീ പോയി പുരട്ടാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പേപ്പർ കൊടുത്തിട്ട് എൻ്റെ മകനോട് പറഞ്ഞു ഈ പേപ്പർ അവിടെ എല്ലാം കൃപാസന പത്രം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇതൊന്നും അറിയില്ല, ഞാൻ ജീവിതത്തിൽ ആദ്യമായി മാതാവെന്ന് വിളിക്കുന്ന അന്നാ. അങ്ങനെ ഞാൻ അവിടെ വെച്ച് ഈ പേപ്പർ കൊടുത്ത് ഈ ഓയിൽ പുരട്ടി. പിന്നീട് ഒരു അത്ഭുതങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ കാണുമായിരുന്നു. അങ്ങനെ ഏകദേശം 26 ദിവസം എൻ്റെ ഹസ്ബൻഡ് അവിടെ വെൻറ്റിലേറ്ററിലായിരുന്നു. അങ്ങനെ പുള്ളിയുടെ ഇൻഫെക്ഷനൊക്കെ കുറഞ്ഞു വന്നു. കാരണം ആദ്യം നോക്കുമ്പോൾ ബ്ലഡ് റിസൾട്ടൊന്നും നമുക്ക് ചിന്തിക്കാൻ വയ്യ, ഒരവയവം പോലും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതില്ല, ഫുൾ. കാരണം ഒരു ചാൻസസ് ഇല്ലാതെ പുള്ളി അവിടെ കിടത്തിയേക്കുക. അടുത്തൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജുകാർ വെൻറ്റിലേറ്റർ മാറ്റും, അവർക്ക് ആവശ്യം ഇഷ്ടം പോലുണ്ട്. എന്തോ ഒരു അത്ഭുതം പോലെ 26 ദിവസം കഴിഞ്ഞപ്പോൾ വെൻറ്റിലേറ്റർ മാറ്റി, ട്രക്കിയോസ്റ്റമി കണക്ഷൻ മാറ്റി. പക്ഷേ കൊളസ്റ്റമി ബാഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഏകദേശം 40 ദിവസം ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ICUവിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ആയി. എന്നാലും ഏകദേശം 30 കിലോ അദ്ദേഹത്തിൻ്റെ പോയി. അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ ആകെ അറിയാവുന്നത് ആ ജംഗ്ഷനിൽ വണ്ടി ഓടിച്ചതല്ലാതെ പിന്നെ 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് ചോദിക്കുന്നത് ഞാനിപ്പോൾ എവിടെ കിടക്കുന്നതെന്നുള്ള കാര്യം. അതുപോലും അറിയാതാണ് കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കൊളസ്റ്റമി ബാഗുമായി വീട്ടിൽ വന്നു. അവർ പറഞ്ഞു ഒരു 2 മാസം കഴിഞ്ഞ് നിങ്ങൾക്കത് റിവേഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ റിവേഴ്സ് ചെയ്യാൻ ഞങ്ങൾ പല ഹോസ്പിറ്റലിൽ ചെയ്തപ്പോൾ എല്ലാവർക്കും പേടി. കാരണം ഇത്രയും ക്രിട്ടിക്കൽ ആയിരുന്ന ഒരു പേഷ്യനെ തൊടാൻ മിക്ക ഹോസ്പിറ്റലുകാരും മടിക്കുക. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണ് ഞങ്ങൾ ചെന്നത്. ആരും എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല റിവേഴ്സ് ചെയ്യാൻ. കാരണം അതിൻ്റെ ഒത്തിരി ക്രിട്ടിക്കൽ പ്രോബ്ലംസ് അവർ നമ്മളോട് പറഞ്ഞു. പക്ഷേ ആ ബാഗ് ഇട്ട് നമുക്ക് എത്ര നാൾ ജീവിക്കാൻ പറ്റും? കാരണം നമ്മുടെ മലമെല്ലാം വരുന്ന ഈ ബാഗിലാണ്. പലപ്പോഴും രാത്രി കാലങ്ങളിൽ ഇത് പൊട്ടും, നമുക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിലോട്ട് പോകാൻ നേരം ഇവിടെ കൃപാസനത്തിൽ ഞങ്ങൾ ആദ്യമായി കയറുകയാണ്. ജീവിതത്തിൽ ഇന്നേ വരെ കൃപാസനം അന്ന് ആദ്യമായി കേട്ടത് പിന്നെ കാണുക. അപ്പോൾ ഈ കൃപാസനം കണ്ടപ്പം തന്നെ എൻ്റെ ഹൃദയം അങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അങ്ങനെ ഞാൻ ഹസ്ബൻഡുമായിട്ട് ഞങ്ങൾ 3 പേരും ഇവിടെ കയറി. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് പൊട്ടിക്കരയുമായിരുന്നു. കാരണം ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു, ഞങ്ങൾക്കൊരു മെറിറ്റില്ല, ഞങ്ങളാകെ 0 ആയിട്ടിരിക്കുന്ന സമയങ്ങളാണ്. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോവുക, അമൃത ഹോസ്പിറ്റലിലോട്ട് പോവുക. അപ്പം ഞാൻ ആ സമയം അത് കഴിഞ്ഞ് തിരിച്ചു പോയി. 40 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലിയുണ്ട് അവിടെ. കാരണം എൻ്റെ ജോലിയിലാണ് ഇനിയുള്ള കാര്യങ്ങൾ പോകേണ്ടത്. അങ്ങനെ ഞാൻ തിരിച്ചു പോയി. അപ്പോൾ എൻ്റെ ഫാദർ മരിച്ചിട്ട് ഞാനൊരു 10 ദിവസത്തേക്ക് വന്നേക്കുക. അപ്പോൾ ഈ റിവേഴ്സലൊന്ന് അമൃതയിൽ പോയി ചോദിച്ച് അവരൊന്ന് ചെയ്യുമോ എന്നറിയാൻ വേണ്ടി ഞാൻ പോയി. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഒരു സെക്യൂരിറ്റി എൻ്റെ പുറകിൽ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ വന്നിട്ട് പറഞ്ഞു തിരിച്ചു വന്ന് ഇവിടെ നന്ദി പറയണമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ അടുത്ത ആഴ്ച എങ്ങനെയാണ് ഡോക്ടർ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഇവിടെ എത്ര പേഷ്യൻ്റ് വെയിറ്റിംഗ്, 1 month കഴിയാതെ ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഇവിടുന്ന് കിട്ടിയ ഒരു കാശ് മാതാവിൻ്റെ രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് വെച്ചോണ്ടാണ് അവിടെ പോയിരുന്നത്. അങ്ങനെ ഡോക്ടർ ബുക്ക് ഈ 1 മാസം കഴിഞ്ഞ് എഴുതാൻ തിരിക്കുമ്പോഴാണ് നോക്കുന്നത് ആ ഫ്രൈഡേയിൽ ഒരാളുടെ സർജറിക്കുള്ള സ്പേസ് കിടക്കുക. അങ്ങനെ എന്നോട് പറഞ്ഞു ഇതെങ്ങനെ വന്നെന്ന് പറഞ്ഞ് സിസ്റ്ററിനെ വഴക്ക് പറഞ്ഞിട്ട് പുള്ളി ഞങ്ങൾക്ക് അത് എഴുതി തരിക. പുള്ളി ചെയ്യാവുന്ന സമ്മതിച്ചു. ഞങ്ങൾ രാത്രി ഏകദേശം 7:30 മണിയായപ്പോൾ ഞങ്ങളിവിടെ കയറുക. തിരിച്ച് നന്ദി പറയണമെന്ന് ആ സെക്യൂരിറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു പോയപ്പോൾ ഞങ്ങളിവിടെ കയറി. ഞങ്ങൾ ആ കിണറിൻ്റെ അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിങ്ങനെ ഞങ്ങൾക്ക് എന്താ പറയുന്നത് എല്ലാം 0 ആയിരിക്കുന്നവരാ. ഞങ്ങളവിടെ ഇങ്ങനെ നിൽക്കുമ്പം ഒരാൾ കാഷ്വൽ ഡ്രസ്സിൽ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് വരിക. അപ്പോൾ അതായിരുന്നു ജോസഫ് അച്ഛനായിരുന്നു. അതെങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് നേരെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൊളസ്റ്റമി ബാഗിൻ്റെ അവിടോട്ട് കൈ വെച്ചിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യനാണോ എന്ന് അച്ഛനെ അറിയത്തില്ല, ഒന്നും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല.
അച്ഛൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, പോയി സർജറി ചെയ്തിട്ട് തിരിച്ചു വാന്ന് പറഞ്ഞു. അത് എനിക്ക് അതറിയത്തില്ല, അത് മാതാവ് വന്ന് ഞങ്ങളോട് ചെയ്ത്. കാരണം ഞാൻ പിന്നീട് അറിഞ്ഞ് അച്ഛനെ കാണാൻ പലരും ക്യൂ നിൽക്കുന്നൊരു സ്ഥലത്ത് അച്ഛൻ ഞങ്ങളുടെ അടുത്തോട്ട് ഡയറക്റ്റ് വന്ന് ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെ ഞാനിത് പറഞ്ഞപ്പോൾ എല്ലാവരും പറയും, അയ്യോ ഞങ്ങൾക്ക് കുളിര് കോരുന്നു, ഇത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്നൊക്കെ എന്നോട് പലരും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമൃതയിൽ ആ ഫ്രൈഡേ പോയി സർജറി ചെയ്ത് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ആ സർജറി ചെയ്യാൻ പറ്റി. അങ്ങനെ കൊളസ്ട്രോമി റിവേഴ്സൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അന്നേരം സർജറി കഴിഞ്ഞ് പോകുമ്പോഴും ഇവിടെ വന്ന് മാതാവിന് ഇവിടെ വന്ന് നന്ദി പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ പക്ഷേ എന്നിട്ടും പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇട്ടേക്കുന്ന ഗ്രാഫ്റ്റാണ്, ഈ അയോട്ടയ്ക്ക് പകരം എൻ്റെ ഹസ്ബൻഡ് ഇട്ടേക്കുന്ന ഒരു ഗ്രാഫ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ ഇൻഫെക്ഷൻ ആ ഗ്രാഫ്റ്റിൽ കയറി പിടിച്ചു. പിന്നീടും ഈ ഗ്രാഫ്റ്റിൽ ഇൻഫെക്ഷൻ കയറി പിടിച്ചു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ വെല്ലൂർ CMC ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അപ്പോഴൊന്നും ഞാനിവിടെ ഇല്ല, കാരണം എനിക്ക് ജോലിയുണ്ട്. ഒത്തിരി ലീവ് എടുത്ത് എൻ്റെ ലീവെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ ജോലി തിരിച്ചു പോയി. ഞങ്ങളപ്പം ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങളുടെ ഒരു മെയിൽ നേഴ്സൊക്കെയാണ് അദ്ദേഹത്തെ നോക്കുന്നത്. അങ്ങനെ വെല്ലൂർ പോയി. അപ്പോൾ അവർ കണ്ടപ്പോഴേ ആദ്യം പറഞ്ഞു, ഇതൊരു മിറക്കിളാണ്, ഈ മനുഷ്യനൊരു മിറക്കിളാണ്, നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ട് ഇവിടം വരെ എത്തിയെന്ന വെല്ലൂരുകാരാദ്യം ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യം. അപ്പം ഞാൻ പറഞ്ഞത് മാതാവിൻ്റെ വലിയൊരു അത്ഭുതം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവിടം വരെ എത്തിയത്. അങ്ങനെ ആ ഡോക്ടർക്ക് സർജറി ചെയ്യാൻ വലിയൊരു താല്പര്യം. കാരണം ആ ഒരു കേസ് ഓൾറെഡി ഇൻഫെക്റ്റഡായി ഒരു ഗ്രാഫ്റ്റ് ഇനിയും ഫുള്ള് റിമൂവ് ചെയ്യണം. എന്നിട്ടും അവർ ഞങ്ങളെ ഏറ്റെടുത്തിട്ട് ഏകദേശം 3 മാസം അദ്ദേഹം വെല്ലൂരിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2024 ഏപ്രിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ വെല്ലൂരിൽ അത് ഭയങ്കര വിജയമായിട്ട് ആ സർജറി ചെയ്തു. അപ്പം ഞങ്ങൾക്കിനി ഒരു ആൻറ്റിബയോട്ടിക് ഇന്ത്യയിലില്ല തരാൻ. കാരണം അത്രയ്ക്ക് ആൻറ്റിബയോട്ടിക്സ് എല്ലാം ഇന്ത്യയിലുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞു. കാരണം ആ സ്യൂഡോമോണസ് എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു ബാക്ടീരിയയാണ് കയറിയിരിക്കുന്നത്. അപ്പം ഇനിയില്ല. അപ്പം വെല്ലൂരുകാർ പഠന ആവശ്യത്തിന് വേണ്ടി നമ്മളെ അവർ ട്രയലായിട്ട് നിർത്താറുണ്ട് പല. പക്ഷെ ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ട് ട്രയലെങ്കിൽ ട്രയൽ. അങ്ങനെ ആൻറ്റിബയോട്ടിക് അവർ വേറൊരു രാജ്യത്തു നിന്ന് നമുക്ക് വേണ്ടി ട്രയലായിട്ട് വരുത്തി ഞങ്ങളുടെ ശരീരത്തിൽ അത് പ്രയോഗിച്ചു അദ്ദേഹത്തിൻ്റെ. അത് വളരെ സക്സസ് ആണ്. അപ്പോൾ ഇവിടെ എല്ലാം ഞാനപ്പം ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ, ഞങ്ങളുടെ വീട്ടിൽ ആ മെഴുകുതിരി സർജറിയൊക്കെ വെല്ലൂർ ചെയ്യുമ്പം ഞാൻ ഷാർജയിലാണ് മോളും. ഞാൻ ആ മെഴുകുതിരി ബ്ലൂ മെഴുകുതിരി ഞാൻ കത്തിച്ച് വെച്ച് ആ സർജറി തീരുന്നത് വരെ ഞാൻ ആ മെഴുകുതിരി ഇങ്ങനെ മണിക്കൂറുകൾ കത്തിച്ച് വെച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ വളരെ വിജയമായി അദ്ദേഹത്തിന് വെല്ലൂരിൽ നിന്ന് തിരിച്ചു വന്നു. ഏകദേശം 1-2 വർഷം ഞങ്ങൾ വളരെ കഷ്ടപ്പാടിലും പ്രയാസത്തിലുമായിരുന്നെങ്കിലും എന്താ പറയുക, മാതാവിൻ്റെ വലിയൊരു അത്ഭുതം ഞങ്ങളവിടെ പ്രയോഗിച്ചു. ഞങ്ങൾ വളരെ, ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ഫാമിലി തന്നെയാണ്. ഞങ്ങൾ വളരെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ശക്തിയും എല്ലാം കൂടായി ഞങ്ങളെ 2 വർഷം കഷ്ടപ്പാടിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് ദർശിക്കാൻ സാധിച്ചു. അതാണ്. അപ്പം ഞങ്ങളിപ്പോൾ എല്ലാവരുടെയും മുന്നിലൊരു സാക്ഷിയാണ്. കാരണം ഞങ്ങളുടെ ഈ കഥ അറിയാത്തവരില്ല, എല്ലാവർക്കും ഞങ്ങളെപ്പറ്റി അറിയാം. അപ്പോൾ എല്ലാവരുടെയും മുന്നിലൊരു ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം. പിന്നീട് ഞാൻ ഉടമ്പടിയിൽ ഒരു വിഷയം വെച്ച്, കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുക 2 പേരും. അപ്പോൾ അദ്ദേഹം എയർപോർട്ടിലാണ് ജോലി ചെയ്തത്. ഇനിയിപ്പം ആ ജോലി ചെയ്യുക സാധ്യമല്ല. അപ്പം ഞാൻ ഓർത്തു അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് പറ്റിയൊരു ജോലി കിട്ടിയിരുന്നേൽ നല്ലതായിരുന്നു. പക്ഷെ സാധിക്കുമോ എന്ന് അറിയത്തില്ല. കാരണം ഓൾറെഡി മുന്നേ അറിയാം ഞങ്ങളുടെ ഈ അസുഖത്തിൻ്റെ കാര്യം. എന്നാൽ ഞാൻ ഈ ഉടമ്പടി എടുത്ത് തിരിച്ച് ഷാർജ ചെന്നു. അത് ഞങ്ങളെല്ലാവരും കൂടാണ് പോയത്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടൊരാൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് പറ്റിയൊരു ജോലി ഇങ്ങോട്ട് പറഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അത് എങ്ങനെയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാം എൻ്റെ ദൈവത്തിൻ്റെ ഒരു കൃപയും കടാശവും. അദ്ദേഹം ഇപ്പോഴും ജോലിക്ക് പോകുന്നു. ഞങ്ങളിപ്പോൾ വെക്കേഷന് വന്നാണ്. പിന്നെ എൻ്റെ മോളുടെ കാര്യം ഞാൻ എഴുതിയായിരുന്നു. എൻ്റെ മോളും അവിടെയാണ് പഠിക്കുന്നത്. അവൾ 10th പരീക്ഷ എഴുതിയപ്പം ഒരു 87 ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. അവളപ്പം ഇവക്കിപ്പം മാതാവിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ഒരു ഇതില്ല, എൻ്റെ കുഞ്ഞുങ്ങളല്ലാതെ മാതാവിനോട് പ്രാർത്ഥിക്കുകയോ, ഞങ്ങളൊരു മാർത്തോമ വിശ്വാസികളാണ്. അപ്പം ഞങ്ങൾക്കിങ്ങനെ ഒരു മാതാവിൽ ആ ഒരു വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ലാത്ത ആൾക്കാരാണ്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങളും
ഈ മാതാവിൻ്റെ മെഴുകുതിരി കത്തിച്ച് വെച്ചായിരുന്നു അവൾ എക്സാമിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഏകദേശം 94% മാർക്ക് മേടിച്ച് സ്കൂളിലെ ഒരു വൺ ഓഫ് ദി ടോപ്പർ ആകുവാൻ അവൾക്കും സാധിച്ചു. പിന്നെ ധാരാളം അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ ഇതിന് മൂലം ഞങ്ങൾക്ക് വളരെ ദൈവകൃപയിൽ നിൽക്കുവാൻ, അതാണ് മെയിൻ. ദൈവത്തിൻ്റെ കൃപയിൽ അനാവശ്യമായിട്ട് ഒന്നിലും പോകാതെ ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുവാൻ ഞങ്ങളെ കുടുംബമായിട്ട്, എനിക്കൊരു മോനുണ്ട്, അവൻ പഠിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളെ കുടുംബമായി ദൈവം ഞങ്ങളെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അനേകരോട് ഞാൻ ഇവിടുത്തെ കാര്യം പറയും. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഷാർജ എന്ന് വന്ന് അവളും ഇതുപോലെ ഉടമ്പടിയൊക്കെ എടുത്തു. അവരും ഇതുപോലൊന്നും മാതാവിൽ വിശ്വസിക്കാത്ത ആൾക്കാരായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു അത്ഭുത സാക്ഷിയായിട്ട് നിൽക്കുവാൻ ദൈവം ഞങ്ങളെ എടുത്ത് ഉപയോഗിച്ചു. പിന്നെ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ അവിടെ ഞാൻ കനാഡയിലെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുകയില്ല. പക്ഷേ ഇവിടെ പലർക്കും പൈസ അയച്ചു കൊടുക്കുവാനും അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ അനേകരോട് എവിടെ ചാൻസ് കിട്ടിയാലും ഞങ്ങൾ ഈ ദൈവത്തെപ്പറ്റി എല്ലാവരോടും പറയും. കാരണം ദൈവം എത്ര വിശ്വസ്തനാ. കഷ്ടപ്പാട് തന്നാലും ആ കഷ്ടപ്പാടിൻ്റെ നടുവിൽ നമുക്ക് ദൈവത്തെ ദർശിക്കാൻ സാധിക്കും. നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ ആരും ഭാരപ്പെടണ്ട. ദൈവസന്നിധിയിൽ നമ്മൾ ഉറച്ചു നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ദൈവം നമ്മളെ അതിലുപരിയായിട്ട് ആൾക്കാരുടെ മുന്നിൽ മാനിച്ച് നിർത്താൻ കഴിവുള്ള ഒരു ദൈവമാണ്. അതാണ് എൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്.